5 ഭാഗങ്ങളുടെ സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി വച്ചിരിക്കുന്നു എന്നാണ് സംവിധായകൻ ഡൊമിനിക് അരുൺ ലോകയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവീസിന്റെ ഒക്കെ രണ്ടാം ഭാഗം ഇറക്കിയപ്പോഴുള്ള ഗതി എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ലിസയുടെ തുടർച്ചയായിട്ട് എന്നുള്ള രീതിയിൽ 1987 തന്നെ സെയിം സംവിധായകൻ ഇറക്കിയ സിനിമയായിരുന്നു വീണ്ടും ലിസ. ബേബി എന്ന് പറയുന്ന സംവിധായകനായിരുന്നു ഈ 2 ഭാഗങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിത്രം കുഴപ്പമില്ലാത്ത ഒരു വിജയം നേടി. ഇനി എവർഗ്രീൻ സൈക്കോളജിക്കൽ ത്രില്ലറായിട്ടുള്ള മണിച്ചിത്രത്താഴിന്റെ രണ്ടാം ഭാഗം എന്ന രീതിയിൽ ഇറക്കിയിട്ടുള്ള ഗീതാഞ്ജലി സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രിയദർശൻ ആയിരുന്നു. അദ്ദേഹം സാധാരണ ചെയ്യുന്ന അതേ പരിപാടി തന്നെ ചെയ്തു. കുറെ സിനിമകളായിട്ടുള്ള എലോൺ, അതുപോലെ ചാരുലത, നാദിയ കൊല്ലപ്പെട്ട രാത്രി തുടങ്ങിയ സിനിമകളിൽ നിന്നൊക്കെ ധാരാളമായിട്ട് അദ്ദേഹം കോപ്പി അടിച്ചിട്ടായിരുന്നു ഗീതാഞ്ജലി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ഈ സിനിമയ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നു. എന്നാലും സിനിമ തരക്കേടില്ലാത്ത ഒരു വിജയം നേടുകയും ചെയ്തു. കീർത്തി സുരേഷ് എന്ന് പറയുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന്റെ കടന്നുവരവും ഈ സിനിമയിൽ കൂടിയായിരുന്നു. ഇനി സംവിധായകൻ വിനയൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ആകാശഗംഗ എന്ന് പറയുന്ന ഹൊറർ സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് അദ്ദേഹം ഇറക്കിയ സിനിമയായിരുന്നു ആകാശഗംഗ 2 എന്ന് പറയുന്ന ഒരു വൻ ദുരന്തമായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ അതിനേക്കാളും വലിയ ഒരു ദുരന്തമായിട്ട് മാറി. ഇനി പ്രേതം, ജയസൂര്യയുടെ പ്രേതം ഒരു തമാശയിൽ കൂടി പറഞ്ഞിട്ട് പ്രേതത്തിനെ നേരിട്ട് കാണിക്കാതെ തന്നെ പേടിപ്പിച്ചിട്ടുള്ള ഒരു പടമായിരുന്നു. ചിത്രത്തിലെ ഷറഫുദ്ദീൻ, അജു വർഗീസ് ടീമിന്റെയൊക്കെ കോമഡിയൊക്കെ അടിപൊളിയായിരുന്നു. അതിനനുസരിച്ച് അതിന്റെ ചുറ്റുപാടുമുള്ള ഒരു ഹൊറർ മൂഡൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ രണ്ടാം ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ വെറും ഒരു മനയും അവിടെ കുറെ ആളുകൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതുമൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. ഇങ്ങനെയൊക്കെ ആയിരുന്നാലും പ്രേതം 2 കുഴപ്പമില്ലാത്ത ഒരു വിജയം നേടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി രണ്ടാം ഭാഗം ഇറക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മളെ കാത്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ പറ്റിക്കുന്ന കുറച്ച് പടങ്ങളാണ് അടികപ്പിയാരെ, കൂട്ടമണി, രോമാഞ്ചം തുടങ്ങിയവയൊക്കെ. ഇനി അടികപ്പിയാരെ, കൂട്ടമണി എന്ന് പറയുന്ന ഒരു സൈലന്റ് ഹിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഇനി അതിന്റെ രണ്ടാം ഭാഗം ഇറങ്ങുമോ എന്നുള്ളത് സംശയമാണ്. അതുപോലെ തന്നെ ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമ ഇവിടെ ഒരു പുനരാവിഷ്കാരമായിരുന്നു. ആഷിഖ് കപൂറിന്റെ നീല വെളിച്ചം. പ്രേം നസീറിന് പകരം വന്നിട്ടുള്ള റോഷൻ ഒരു നനഞ്ഞ പടക്കം പോലെയായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചത്. ഇനി അതേപോലെ രോമാഞ്ചം 2-നായിട്ട് നമ്മൾ ഇന്നും കാത്തിരിപ്പാണ്. ഇനി ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല.